പാലാ മീനച്ചിൽ നിന്നും കാണാതായ വയോധികന് വേണ്ടി പോലീസിന്റെ വ്യാപക തെരച്ചിൽ. 84 വയസ്സുള്ള മീനച്ചിൽ സ്വദേശി മാത്യു തോമസിന് വേണ്ടിയാണ് വീടിന്റെ സമീപ പ്രദേശങ്ങൾ പോലീസ് അരിച്ചു പെറുക്കിയത്. വീട് വിട്ടിറങ്ങിയ പിതാവ് തിരികെ വരാത്തതിനെ തുടർന്ന് മക്കൾ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയത്. ഇതിന് പിന്നാലെയാണ് പോലീസിന്റെ മാസ് സെർച്ചിംഗ് നടന്നത്. കഴിഞ്ഞ ഡിസംബർ 21-നാണ് മീനച്ചിൽ പടിഞ്ഞാറേമുറിയിൽ മാത്യു തോമസിനെ കാണാതായത്. പ്രഭാത സവാരിക്കായി വീട്ടിൽ നിന്നുമിറങ്ങിയ മാത്യു തോമസ് തിരിച്ചു വന്നില്ല. തുടർന്ന് മൂത്തമകൻ പോലീസിൽ പരാതി നൽകി. ഈ പരാതിയിൽ പാലാ പോലീസ് വിശദമായ അന്വേഷണം നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. പിന്നാലെയാണ് വിദേശത്തുള്ള മക്കളിൽ ഒരാൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ച കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് വീടും പരിസരവും പോലീസ് വിശദമായി വീണ്ടും പരിശോധിച്ചത്. ഹേബിയസ് കോർപ്പസ് കൊടുത്തിരുന്നു. അതനുസരിച്ച് അവർക്ക് നാളെ ഹൈക്കോടതി റിപ്പോർട്ട് കൊടുക്കണം അന്വേഷണത്തിൻ്റെ പുരോഗതിയെ പറ്റി. അപ്പോൾ 2 കിലോമീറ്റർ ചുറ്റളവിൽ അങ്ങനെ ഒരു ഡിസോറിയൻറ്റഡ് ആയിട്ടോ സോഡിയം കുറഞ്ഞു പോയി അങ്ങനെ എവിടെയെങ്കിലും മാറി ബോഡി വല്ലതും ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ സ്ക്വാഡ് വന്നിരിക്കുന്നത്. CCTVകൾ കുറവുള്ള സ്ഥലമായത് അന്വേഷണത്തിന് തിരിച്ചടിയായിട്ടുണ്ട്. അതേസമയം മുൻപും സമാനമായ രീതിയിൽ വീട്ടിൽ നിന്ന് അച്ഛൻ ഇറങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് മാത്യു തോമസിന്റെ മൂത്ത മകൻ പറയുന്നത്. മുമ്പ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇങ്ങനെ പോയിട്ട് വഴി മാറിപ്പോയി ബോധം കെട്ടുപോയി പറമ്പിൽ കിടന്നിട്ട് പിന്നെ മഴ പെയ്ത് കഴിഞ്ഞപ്പം ബോധം വന്ന് തിരിച്ചു വന്നൊരു സംഭവം 8 മാസം മുമ്പ് ഉണ്ടായതായതുകൊണ്ട് പറമ്പ് മുഴുവൻ നമ്മളിങ്ങനെ ശരിക്കങ്ങ് തപ്പി. വീടിന് 2 കിലോമീറ്റർ ചുറ്റളവിലാണ് പോലീസ് തിരച്ചിൽ നടത്തിയത്. AR ക്യാമ്പിൽ നിന്നടക്കം 100ഓളം പോലീസുകാർ തിരച്ചിൽ സംഘത്തിലുണ്ടായിരുന്നു. കടാവർ ഡോഗുകളും തിരച്ചിലിന്റെ ഭാഗമായി. ഹൈക്കോടതിയിൽ ഉടൻ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. 24 കോട്ടയം.